സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് സ്വാഗതം. CPIMന്റെ നേതൃത്വത്തിൽ നടന്ന മിച്ചഭൂമി സമരം, ഇടത് സർവീസ് സംഘടനകളും അധ്യാപകരും നടത്തിയ പണിമുടക്ക് പ്രക്ഷോഭം, സമീപകാലത്ത് കേരളം കണ്ട 2 സമരമുഖങ്ങൾ, ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കാതെയാണ് സമരങ്ങൾ അവസാനിച്ചത്. ഈ 2 സമരങ്ങളുടെയും പശ്ചാത്തലത്തിൽ CPIMന്റെ പോരാട്ടവീര്യം അവസാനിച്ചു എന്ന് അന്വേഷിക്കുകയാണ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഈ ലക്കത്തിൽ. പഴയ പോരാട്ടനാൾ വഴികളുടെ സ്മരണകൾ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് CPIM മിച്ചഭൂമി സമരമെന്ന ഐതിഹാസിക പ്രക്ഷോഭത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടത്. നാളുകൾ നീണ്ട ഗൃഹപാഠങ്ങൾ, സംഘടനാ സംവിധാനത്തിന്റെ മുഴുവൻ സാധ്യതകളും പ്രയോജനപ്പെടുത്തി നടത്തിയ മുന്നൊരുക്കങ്ങൾ. സംസ്ഥാനത്തെ മിച്ചഭൂമി ഭൂരഹിതർക്ക് ഉടൻ വിതരണം ചെയ്യുക എന്നതായിരുന്നു സമരത്തിന്റെ മുദ്രാവാക്യം. ഉജ്ജ്വല സമരങ്ങളുടെ വേലിയേറ്റമിത ഭരണകൂടമേ ജാഗ്രത പാലിക്കൂ എന്ന മുന്നറിയിപ്പെന്ന നിലയിലാണ് CPIM ജനുവരി 1 മുതൽ മിച്ചഭൂമി സമരത്തിന് ആരംഭം കുറിച്ചത്. ഭൂരഹിതർക്ക് മിച്ചഭൂമി വിതരണം ത്വരിതപ്പെടുത്തുക, ഭൂവിതരണത്തിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് മുൻഗണനയും പരിഗണനയും നൽകുക, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ചുരുങ്ങിയത് 1 ഏക്കർ ഭൂമിയെങ്കിലും വിതരണം ചെയ്യുക എന്നതായിരുന്നു CPIM മിച്ചഭൂമി സമരത്തിൽ മുന്നോട്ടുവെച്ച ആവശ്യങ്ങൾ. ഭൂപരിഷ്കരണ നിയമം സംരക്ഷിക്കുക, നെൽവയൽ നീർത്തട സംരക്ഷണം ഉറപ്പാക്കുക എന്നതായിരുന്നു പ്രധാന ആവശ്യങ്ങളിൽ മറ്റു ചിലത്. ഇതെല്ലാം വച്ചുകൊണ്ടുള്ള ഒരു വലിയ ഉജ്ജ്വലമായ ഒരു സമരമാണ് ഈ ജനുവരി 1 മുതൽ ആരംഭിച്ച സമരം. ഭൂസമരം എന്ന് പറയും. ഭൂസംരക്ഷണ സമരമാണ്, പിന്നെ അത് ഭൂസമരമായി മാറി. അവകാശം സ്ഥാപിച്ചുകൊണ്ടുള്ള കുടിൽകെട്ടൽ ഉൾപ്പെടെയുള്ള സമരങ്ങൾ. സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 14 ഭൂമികളിലേക്ക് വോളണ്ടിയർമാർ മാർച്ച് നടത്തിയായിരുന്നു സമരത്തിന്റെ തുടക്കം. CPIMന്റെ നേതൃനിര ഒന്നാകെ സമരഭൂമികളിലേക്ക് ആവേശം പതച്ചെത്തി. നേതാക്കളടക്കം ആയിരക്കണക്കിന് സമര വോളണ്ടിയർമാർ അറസ്റ്റ് വരിക്കാൻ തയ്യാറായി. ജയിലുകൾ നിറയുകയും ഭരണകൂടത്തെ അങ്ങനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുക എന്നതായിരുന്നു പ്രക്ഷോഭകാരികളുടെ തന്ത്രം. ജനുവരി 1 മുതൽ 14 കേന്ദ്രങ്ങളിൽ കൊടികുത്തിക്കൊണ്ടാരംഭിച്ച സമരത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊന്നും പക്ഷേ സർക്കാർ സമര നേതൃത്വവുമായി ചർച്ചയ്ക്ക് ഒരുക്കമായിരുന്നില്ല. സമര വോളണ്ടിയർമാരെ അറസ്റ്റ് ചെയ്യാതെ സർക്കാർ സമരത്തെ അവഗണിച്ചു. 10 ദിവസം പിന്നിടുമ്പോൾ സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്നായിരുന്നു പാർട്ടി നേതൃത്വത്തിന്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനം. സമരകേന്ദ്രങ്ങളായി മാറിയ ഭൂമികളിൽ കുടിൽകെട്ടി ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടായിരുന്നു 2ാം ഘട്ടം പ്രക്ഷോഭം അണിയിച്ചൊരുക്കിയത്. എന്നാൽ സമരം 2ാം ഘട്ടത്തിലേക്ക് കടന്നതോടെ പോരാട്ടവീര്യം സമരമുഖത്ത് അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് കണ്ടത്. മാധ്യമങ്ങളിൽ സമരത്തെ വേണ്ടത്ര രീതിയിൽ പൊലിപ്പിച്ചു നിർത്താൻ പോലും കഴിയാതെ സമരസംഘാടകർ പരാജയപ്പെട്ടു. ആസൂത്രണം ചെയ്ത സമരതന്ത്രങ്ങൾ സർക്കാരിന്റെ അതിവിദഗ്ധമായ അവഗണനയിൽ പാളിപ്പോവുകയും ചെയ്തു. സമരത്തെ തള്ളിപ്പറഞ്ഞ CPIയുടെ നിലപാടും മിച്ചഭൂമി പ്രക്ഷോഭത്തിന് തിരിച്ചടിയായി. ഇങ്ങനെ ഒരു സമരം ചെയ്താൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമോ എന്നുള്ളത് ഇവർ തന്നെ ഇരുന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്നതുള്ള അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് 16 ദിവസം കഴിഞ്ഞപ്പോഴേക്കും സമരം പിൻവലിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പോലും മിച്ചഭൂമി സമരമാണ് കേരളത്തിൽ, അല്ലെങ്കിൽ ഭൂമി സമരങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ നിർവചിക്കുന്ന സമരങ്ങൾ തന്നെ. ആ സമരങ്ങൾ ഇന്ന് ഇത്ര ദയനീയമായി അത് അവസാനിപ്പിക്കേണ്ടി വന്നതിൻ്റെ കാരണം ഇത് സംബന്ധിച്ച വിശദമായ ആലോചനകളില്ലാത്തതോ അല്ലെങ്കിൽ ആലോചനകൾ ഉണ്ടായിട്ടും അത് ഒരു താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു സമരത്തിലേക്ക് എടുത്ത് ചാടിയതോ ഒക്കെ ആവും. അതിൽ ആ ഹോംവർക്ക് ചെയ്യാത്തതിൻ്റെയോ ഹോംവർക്ക് ചെയ്തെങ്കിൽ അത് നടപ്പിലാക്കാത്തതിൻ്റെയോ ഒക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ് ഇടത് മുന്നണിക്കുള്ളിൽ പോലും ഇതിനൊരു സമവായമോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒത്തൊരുമിച്ചൊരു പ്രവർത്തനവും മുന്നോട്ട് വയ്ക്കാൻ കാഴ്ചവെക്കാത്തത്. സത്യത്തിൽ വാസ്തവത്തിൽ ഇടതുപക്ഷ CPIMന്റെ വശത്തു നിന്നുണ്ടായ ഒരു ശുദ്ധ വിവരക്കേടോ അല്ലെങ്കിൽ അബദ്ധമോ ആണ് ഈ സമരത്തിലേക്കുള്ള ഇങ്ങനെ ഒരു എടുത്തുചാട്ടോ, ഇങ്ങനെയുള്ള ഒരു പിന്മാറ്റം എന്നാണ് എനിക്ക് തോന്നുന്നത്. CPIM അല്ല സമരം നടത്തിയത്, രാഷ്ട്രീയ സമരമായിരുന്നില്ല. പിന്നെ ആ രൂപത്തിൽ രാഷ്ട്രീയ സമരമാകുമ്പോഴാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് അത് വേണ്ടിവരും, അത് നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ നടത്തിയത് ഈ ഒരു ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് CPIM അതിനെ സഹായിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ സമരം. പേരിനെ ചർച്ച നടത്തി സമരം അവസാനിപ്പിക്കുക മാത്രമായിരുന്നു പിന്നെയുള്ള പോംവഴി. റവന്യൂ മന്ത്രി അടൂർ പ്രകാശുമായി നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണമെന്ന നിലപാടാണ് സമരനേതാക്കൾ മുന്നോട്ട് വെച്ചത്. അങ്ങനെ ക്ലിഫ് ഹൌസിൽ പാതിരാത്രിയോളം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ഭൂസമരം പിൻവലിക്കുന്നതായി CPIM നേതൃത്വം പ്രഖ്യാപിച്ചു. സംസ്ഥാനം പോരാട്ട ചൂളയിൽ വെന്തുരുകുന്നത് സ്വപ്നം കണ്ട് CPIM നേതൃത്വം അണിയിച്ചൊരുക്കിയ ഭൂസമരം 16 ദിവസം കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യമാണ് ബാക്കിയായത്: എന്ത് നേടി എന്നത്. വിജയമെന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായിട്ട് ഇപ്പോൾ എന്ത് കിട്ടിയെന്ന് വെച്ചുകൊണ്ട് ആണ് പലരും പറയുന്നതല്ലേ. നിങ്ങൾ ഭൂമി പിടിക്കാൻ പോയി, എന്ത് കിട്ടി? ഭൂമി കിട്ടിയോ? അതല്ല ഒരു സമരത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ ഭൗതികമായിട്ട് എന്ത് കിട്ടി, സാമ്പത്തികമായിട്ട് എന്ത് കിട്ടി എന്നുള്ളതല്ല.
ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളാണ് വിധികർത്താക്കൾ. ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ ആകർഷിക്കാൻ സാധിച്ചു എങ്കിൽ അത് വിജയമാണ്. ആ അർത്ഥത്തിൽ ഇത് ഏറ്റവും വലിയ വിജയമാണ്. സർക്കാർ പോലും അംഗീകരിച്ചു ഈ കാര്യങ്ങൾ. എന്ത് ഭൂമി ഉണ്ട്, ഭൂരഹിതരായിട്ടുള്ള ആളുകളുണ്ട്, അതിന് പരിഹാരം കണ്ടേ മതിയാവൂ. തീർച്ചയായിട്ടും ഈ സമരം പിൻവലിച്ചത് ഒരു മുഖം രക്ഷിക്കൽ എന്നുള്ള ഒരു നടപടി മാത്രമായിരുന്നു. കാരണം CPM ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നിനൊന്നും അനുവദിക്കപ്പെട്ടിരുന്നില്ല. ഇതിനു മുമ്പ് തന്നെ UDF ഗവൺമെൻറ് നടത്തുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങൾ നടത്തുന്നൊന്നുകൂടി പ്രഖ്യാപിക്കുകയല്ലാതെ ചില നീട്ടിക്കൊടുക്കുക, അതിൻ്റെ ഭൂമിക്ക് ആവശ്യമുള്ളവരുടെ അപേക്ഷ നീട്ടിക്കൊടുക്കുക എന്നൊക്കെയുള്ള വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചാൽ വലിയ അവരുന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നും അടിയന്തരമായി പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളുമല്ല. അതുകൊണ്ട് ഒരുപക്ഷെ ആ ഒരു തിരിച്ചറിവുമൊക്കെ ആവാം അവർ പിൻവലിക്കുന്നതിന് കാരണം. പക്ഷേ അപ്പോൾ അതിന് മുമ്പ് സമരത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ ഈ പ്രശ്നങ്ങൾ, കാരണം 1 വർഷം മുമ്പ് ഗവൺമെൻറ്റിൽ ഇരുന്നപ്പോൾ അവർ നേരിട്ട പ്രശ്നങ്ങളുണ്ട്. ഇവിടെ എത്ര മിച്ചഭൂമിയുണ്ട്, അത് എത്രമാത്രം വിതരണം ചെയ്യാം, അതൊക്കെ കുറേയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇത് ഒരു സമരത്തിലൂടെ, ഒരു പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു സമരത്തിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയല്ല ഇന്ന് ഇതിൻ്റെ സാഹചര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മനസ്സിലാക്കാതെ ആണോ ഒരുപക്ഷെ സംഘടനയുടെ വീറ് തെളിയിക്കാനോ അല്ലെങ്കിൽ പഴയ കാലത്തിൻ്റെ ഒരു ആവേശത്തിൽ നടത്തിയ ആവേശം വീണ്ടും ഉണർത്താമെന്നുള്ള ധാരണയിലൊക്കെ ആണെങ്കിലും ഒക്കെ ആവാം ചിലപ്പോൾ ഈ സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഈ പ്രശ്നം, കേരളത്തിൻ്റെ ഭൂപ്രശ്നം ഇങ്ങനെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കിയാണ് ഉത്തരവാദപ്പെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. സമരം വിജയിച്ചുവെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ചർച്ചയിൽ മിച്ചഭൂമി വിതരണം വേഗത്തിലാക്കാമെന്നും മറ്റാവശ്യങ്ങൾ തത്വത്തിൽ പരിഗണിക്കാമെന്നുമുള്ള നിർവികാരവും നിസ്സംഗവുമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. പ്രായോഗിക തലത്തിൽ ഒന്നും നടപ്പാക്കാതെ സർക്കാരിന്റെ വെറും പ്രസ്താവന കൊണ്ട് മാത്രം അവസാനിപ്പിക്കാനാണോ CPIM മിച്ചഭൂമി സമരം സംഘടിപ്പിച്ചതെന്ന സംശയവും ഉയരുക സ്വാഭാവികം. മിച്ചഭൂമി സമരം കൊടുമ്പിരി കൊള്ളുന്നതിനിടെയാണ് ഇടത് സർവീസ് സംഘടനകളും അധ്യാപകരും വൻ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയത്. ജനുവരി 8-ന് ആരംഭിച്ച സമരത്തിൽ ഉന്നയിക്കപ്പെട്ട ഒരേയൊരു ആവശ്യം പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കരുതെന്നായിരുന്നു. സർക്കാരുമായി വിവിധ ഘട്ടങ്ങളിൽ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ആഗസ്റ്റ് 1-ന് സൂചനാ പണിമുടക്ക് നടത്തിക്കൊണ്ടായിരുന്നു ഇടത് സർവീസ് സംഘടനകൾ ജനുവരി 8-ന്റെ അനിശ്ചിതകാല പ്രക്ഷോഭ പ്രഖ്യാപനം നടത്തിയത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിലനിർത്തണമെന്നാണ് സമരത്തിന്റെ പ്രധാന ആവശ്യം. പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കിയാൽ ശമ്പളത്തിൽ 10% കുറവുണ്ടാകുമെന്നാണ് സമര സംഘടനകളുടെ വാദം. സൂചനാ പണിമുടക്കിനെ തുടർന്ന് മുഖ്യമന്ത്രി തന്നെ എല്ലാ സർവീസ് സംഘടനകളെയും വിളിച്ചു ചേർത്ത് സർക്കാർ നിലപാട് വ്യക്തമാക്കി. എന്നാൽ സർക്കാരിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നാരോപിച്ച് സമരവുമായി മുന്നോട്ടു പോകാനായിരുന്നു ഇടത് സംഘടനകളുടെ തീരുമാനം. പിന്നീട് കണ്ടത് കൊടുമ്പിരി കൊണ്ട സമരം. സമരം തുടങ്ങി ആദ്യ ദിവസങ്ങളിൽ തന്നെ അക്രമങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. സമരത്തിന് പിന്തുണയുമായി ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും രംഗത്തുണ്ടായിരുന്നു. പലയിടത്തും ജോലിക്കെത്തിയ ജീവനക്കാർക്ക് നേരെ സമരക്കാരുടെ വക കയ്യേറ്റ ശ്രമങ്ങളുണ്ടായി. നായ്ക്കുണ്ണപ്പൊടി വിതറൽ, ചാണകവെള്ള പ്രയോഗമൊക്കെ മുറയ്ക്ക് അരങ്ങേറി. ജീവനക്കാരുടെ സമരത്തെയും സർക്കാർ തന്ത്രപൂർവ്വമാണ് എതിരേറ്റത്. സമരാരംഭത്തിനു മുമ്പ് തന്നെ സർക്കാരും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഡയസ്റ്റോൺ ഉൾപ്പെടെയുള്ള കൊട്ടുപടികളുമായാണ് സംസ്ഥാനത്തെ പ്രബല സംഘടിത സമൂഹത്തിന്റെ പ്രക്ഷോഭത്തെ സർക്കാർ എതിരേറ്റത്. നിയമ അച്ചടക്ക നടപടികൾ ഒരു വഴിക്ക് നടന്നപ്പോൾ ചർച്ചയില്ലെന്ന സർക്കാരിന്റെ കഠിന നിലപാടും സമരക്കാരെ വെട്ടിലാക്കി. നാടകങ്ങൾക്കും തിരക്കഥകൾക്കും ഒടുവിൽ ആ സമരവും ഒന്ന് അവസാനിപ്പിച്ചു കിട്ടിയെന്ന ആശ്വാസം സമരസംഘാടകർക്ക്. മന്ത്രി KM മാണി ഇടപെട്ട് സമരനേതാക്കളുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്നാണ് പങ്കാളിത്ത പെൻഷൻ സമരത്തിൽ ഒരു ചർച്ചാവേദിക്ക് തന്നെ വഴിയൊരുങ്ങിയത്. എല്ലാം തത്വത്തിൽ പരിഗണിക്കാം, പഠിക്കാം എന്ന സർക്കാർ വാമൊഴിയിൽ സമരം ഉജ്ജ്വലമായി അവസാനിച്ചു. അങ്ങനെ ഭൂസമരം പോലെ ജീവനക്കാരുടെ സമരവും തികഞ്ഞ പരാജയമെന്ന് പൊതുസമൂഹം വിലയിരുത്തി. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അധ്യാപകരുടെ സമരം തീർച്ചയായിട്ടും സർക്കാരിന്റെ ഒരു നടപടിയുടെ ഭാഗമായിട്ടുണ്ടായതാണ്. പക്ഷെ ആ സമരത്തിന്റെ പരാജയത്തിന്റെ ഒരു പ്രധാന കാരണം
ഒന്ന്, ഈ പങ്കാളിത്ത പെൻഷൻ എന്നുള്ള ആശയം ഉടനെ ഇപ്പം സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ആരെയും ബാധിക്കുന്നതല്ല, ഭാവിയിൽ വരാനിരിക്കുന്നവരെ മാത്രം ബാധിക്കുന്നത്. അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ ഇപ്പോഴുള്ള ഇവരാരും കാര്യമായി യഥാർത്ഥ ആത്മാർത്ഥമായി തയ്യാറല്ല എന്നുള്ളൊരു വശം കൂടി ഉണ്ട് അതിലാണ്. കാരണം അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. പിന്നെ എന്തിനാ അവർ ഡയസ്നോണും അങ്ങനെയുള്ള പിന്നെ മറ്റു രീതിയിലുള്ള അടിച്ചമർത്തലുകൾ എന്തിനു നേരിടുന്നു എന്നുള്ള ചോദ്യം അവരുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പങ്കാളിത്തം താരതമ്യേന കുറവായിരുന്നു. മടങ്ങി വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഈ സാഹചര്യത്തിലാണ് പുതിയ കാലത്ത് CPIMന്റെ സമരസജ്ജത പൊതുസമൂഹം ആശങ്കയോടെ നോക്കിക്കാണുന്നത്. പോരാട്ടപാതയിലൂടെ വളർന്നു വന്ന ഒരു പ്രസ്ഥാനത്തിന് സമരവേദിയിൽ കാലിടറുന്നത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. മാത്രമല്ല, ഭൂസമരം പോലുള്ള ജനകീയ പ്രശ്നങ്ങൾ CPIM ഏറ്റെടുത്ത് നടത്തുന്നതിലെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുന്നതും സ്വാഭാവികം. ആയിരത്തി 1973 CPIM സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ മിച്ചഭൂമി സമരം സംഘടിപ്പിച്ചത്. AKGയുടെ നേതൃത്വത്തിൽ നടന്ന ആ സമരത്തിനു ശേഷം പ്രത്യക്ഷത്തിൽ CPIM നേതൃത്വം ഭൂസമരവുമായി രംഗത്തെത്താൻ ഏതാണ്ട് 35 വർഷത്തിലധികം വേണ്ടി വന്നിരിക്കുന്നു. 1957-ലും 1970-ലുമാണ് ഇടതുപാർട്ടികളുടെ തന്നെ നേതൃത്വത്തിൽ ഭൂപരിഷ്കരണം നടപ്പാക്കിയത്. സാമൂഹിക വ്യവസ്ഥയെ തന്നെ മാറ്റിമറിച്ച വിപ്ലവ നീക്കം പക്ഷേ നിലനിർത്താൻ CPIM ഉൾപ്പെടെയുള്ള ഇടതുപാർട്ടികൾക്ക് അധികാരത്തിലുള്ളപ്പോഴോ പുറത്തുനിന്നപ്പോഴോ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. 50കളിൽ ആരംഭിച്ച ആ പരിഷ്കാരങ്ങൾക്ക് ഒരു പൂർണ്ണത ഉണ്ടായിട്ടില്ല. അത് കാരണം കേരളത്തിലെ മാറി മാറി വരുന്ന ഭരണങ്ങളാണ്. ഇപ്പോൾ കേരളത്തിലെ 50 വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ എത്ര ഗവൺമെൻറ്റുകളാണ് വന്നത്? ഇപ്പോൾ 13 ഗവൺമെൻറ്റുകൾ വന്നുപോയി. അതിൽ ഇടതുപക്ഷം CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിൻ്റെ ഭരണമെന്ന് പറയുന്നത് ഒരു 20 വർഷം മാത്രമേ ഉള്ളൂ. കൂടുതൽ കാലവും ഭരിച്ചത് UDF അല്ലെങ്കിൽ കോൺഗ്രസ് ആണ്. ഭരണത്തിനൊരു തുടർച്ചയില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇതൊന്നും ഒരു തീർപ്പ് കൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. നിയമം കൊണ്ടുപോകും. നിയമം ഉണ്ടായിട്ട് എന്താ കാര്യം? നിയമം നടപ്പിലാക്കണ്ടേ? ഈ വാദം അംഗീകരിച്ചാൽ തന്നെ എന്തുകൊണ്ട് 3 പതിറ്റാണ്ടോളം കാലം CPIM മൗനം പൂണ്ടു എന്ന മറുചോദ്യവും ഉയർന്നുവരും. മുഖ്യധാര പ്രസ്ഥാനങ്ങൾ ഭൂവിഷയങ്ങളിൽ പുലർത്തിയ ഈ മനോഭാവം കൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഭൂമി പ്രശ്നം അതിസങ്കീർണമായി മാറിയെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിലെ ഭൂപ്രശ്നം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിനെപ്പറ്റി സംശയമില്ല. ഭൂമിയുടെ കേന്ദ്രീകരണം, ഭൂമാഫിയകളുടെ പ്രവർത്തനം, വൻതോതിൽ പിന്നെ ഭൂമി വാങ്ങിച്ചു കൂട്ടുന്നത് ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ, ഇതിനൊക്കെ പുറമെ കേരളത്തിൻ്റെ വികസനത്തിന് വിലങ്ങുതടിയായ മട്ടിലേക്ക് ഭൂമിയുടെ വില വർദ്ധിക്കുന്നു എന്നുള്ളൊരവസ്ഥ. അങ്ങനെ ഭൂമി സംബന്ധിച്ച് ഒരുപക്ഷെ കേരളം ഇന്ന് പിന്നെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ, വയൽ നികത്തൽ, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ വാസ്തവത്തിൽ കേരളത്തിനെ ഉറ്റുനോക്കുന്ന ഏറ്റവും ഗുരുതരമായ ചില പ്രശ്നങ്ങളാണ് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും കേരളത്തിന് സമഗ്രമായ ഒരു ആലോചനയും ഒരു അപഗ്രഥനവും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഭൂവിനിയോഗത്തെക്കുറിച്ച് ആവശ്യമുണ്ടെന്നുള്ളതിനെപ്പറ്റി സംശയമില്ല. അതുകൊണ്ടാണ് പിന്നെ ഭൂപരിഷ്കാര നിയമത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തണോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾ. ഇങ്ങനെ എന്തുകൊണ്ടും കേരളം ഇന്ന് ഏറ്റവും ശ്രദ്ധ നൽകേണ്ടത് വിഷയമാണ് ഭൂപ്രശ്നം. ഈ സാഹചര്യത്തിലാണ് ഭൂമി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി CPIM സമരകാഹളവുമായി പൊതുസമൂഹത്തിനു മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് ശേഷം പോരാട്ടത്തിന്റെ കുപ്പായമണിഞ്ഞ് CPIM രംഗപ്രവേശം ചെയ്യുന്ന കാലഘട്ടവും പ്രധാനമാണ്. TP ചന്ദ്രശേഖരൻ വധവും വിഭാഗീയതയും VS വിരുദ്ധ നീക്കങ്ങളും ചേർത്ത് മുഖശ്രീ നഷ്ടപ്പെട്ട പ്രതിച്ഛായം വരെ നിൽക്കുമ്പോഴാണ് സമരത്തെ ഊതിപ്പിടിപ്പിക്കാൻ പാർട്ടി നേതൃത്വത്തിന്റെ ശ്രമം. സംഘടനാശേഷി വീണ്ടെടുക്കാനുള്ള ശ്രമം മാത്രമായി പോരാട്ടവേദി മാറുമ്പോൾ പ്രക്ഷോഭത്തിന്റെ മുദ്രാവാക്യം ദുർബലപ്പെടുക സ്വാഭാവികം. അണികളെ സജ്ജമാക്കി നിർത്തുക. അപ്പോൾ അധികാരത്തിന് പുറത്തു നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും അത് സമരത്തിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഞാനിത് കാണുന്നത്. പിന്നെ കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ CPIMന് ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ അണികളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കേണ്ട ഒരാവശ്യമുണ്ട്. കാരണം TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം പാർട്ടി ഒരു പ്രതിരോധത്തിലാണ്.
അപ്പോൾ പാർട്ടിയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നത് തടയണം, അവരെ സമരങ്ങളിൽ പങ്കെടുക്കുവാൻ തയ്യാറാക്കി നിർത്തണം. അങ്ങനെയുള്ള പല ലക്ഷ്യങ്ങളും ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഒപ്പം അകന്നുപോയ വിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രയത്നങ്ങളും പുതിയ പോരാട്ടങ്ങളിൽ വായിച്ചെടുക്കാം. തമിഴ്നാട്ടിൽ അത് ദളിതർക്കെതിരായിട്ടുള്ള അതിക്രമത്തിനെതിരായ സമരമായിട്ടാണ് നടക്കുന്നത്. കർണാടകത്തിൽ ചില ദുരാചാരങ്ങൾക്കെതിരായിട്ടുള്ള സമരമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ദളിതരിലും ആദിവാസികളിലും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശ്രമമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേരളത്തിലെ ഭൂസമരവും നടത്തിയതെന്നാണ് എൻ്റെ വിശ്വാസം. ദളിത് വിഭാഗങ്ങൾ ഉൾപ്പെടെ ഭൂപ്രശ്നമുയർത്തി സമാന്തരമായി നടത്തുന്ന സമരങ്ങളെ അവഗണിക്കുകയും അധികാരത്തിലിരുന്നപ്പോൾ പോലും ഈ വിഷയങ്ങളിലെടുത്ത നിലപാടുകളും CPMന്റെ ആത്മാർത്ഥതയെ ചോദ്യമുനയിൽ നിർത്തുന്നതാണ്. ആറന്മുള വിമാനത്താവളം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ അധികാരത്തിലിരുന്നപ്പോൾ എടുത്ത സമീപനം ജനകീയ പ്രശ്നങ്ങളെ CPM വീണ്ടും അഭിസംബോധന ചെയ്യുമ്പോൾ പ്രസക്തമാണ്. സമരങ്ങൾ വേറെ ആളുകൾ നടത്തുന്നുണ്ട്, അവരുടെ സമരങ്ങൾ വിജയിക്കുന്നുണ്ട്. ഇനി സമരം പരാജയപ്പെടുകയാണെങ്കിൽ പോലും വീണ്ടും ശക്തമായ സമരത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പോടുകൂടി അത്തരം ജനങ്ങൾ വരുന്നുണ്ട്. ആ സമരങ്ങൾ വളരെ ശക്തമായിട്ട് സമരങ്ങളാണ്. ആ സമരങ്ങൾ മുത്തങ്ങയായാലും ശരി, ചെങ്ങരയായാലും ശരി, കേരളത്തിൻ്റെ ജീവിതത്തിൽ, കേരളീയ സമൂഹത്തിൽ ഇന്നും വലിയ ശക്തിയുള്ള ഒരു ഓളമുണ്ടാക്കിയിട്ടാണ് കടന്നു പോകുന്നത്. ഇനി അത്തരം സമരങ്ങൾ വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഈ സമരങ്ങളും സമരാഭാസങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. മാത്രമല്ല, ഭരണകൂടത്തിനു മുന്നിൽ കൃത്യമായ പോംവഴികളില്ലാതെ സങ്കീർണമായ ഭൂപ്രശ്നം സമരവിഷയമായി ഏറ്റെടുക്കുമ്പോൾ വേണ്ടത്ര ജാഗ്രതയും തുടർച്ചയും പുലർത്തേണ്ടതും അനിവാര്യമാണ്. പൊതുവിൽ CPMനെ പോലുള്ളൊരു പാർട്ടിയുടെ ജനകീയ സമരങ്ങൾ നടത്താനുള്ള ശേഷി നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്ന വിലയിരുത്തലാണുള്ളത്. ആ വിലയിരുത്തൽ ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം കുറേ കാലമായി CPM മാത്രമല്ല, ഏറെക്കുറെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും സമരങ്ങളെല്ലാം തന്നെ ഒരു അനുഷ്ഠാന സമരങ്ങൾ എന്ന രീതിയിൽ മാത്രമാണ് നടത്തുന്നത്. ഒരു സമരം നടത്തുന്നു എന്ന് പേരിന് വേണ്ടിയിട്ട് ഒരു പിക്കറ്റിങ്, ധർണ, അങ്ങനെയൊക്കെയുള്ള കുറേ കാട്ടിക്കൂട്ടൽ കുറേ ആളുകൾ കൂട്ടുക എന്നുള്ളതല്ലാതെ ഒരു സമരത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഒരു ഉശിരൻ സമരം, ശക്തമായ സമരം, വളരെയധികം നീണ്ടു നിൽക്കുന്നതും ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾ നേരിടുന്നതൊക്കെ ആയിട്ടുള്ള സമരങ്ങൾ നടത്തുന്ന രീതി കുറേ കാലമായിട്ട് ഇവർക്കൊന്നുമില്ല. കൃത്യമായ ജനപിന്തുണ ആർജിച്ചെടുക്കാനോ സമരത്തിന്റെ ഉദ്ദേശശുദ്ധി പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താനോ കഴിയാത്തതാണ് പങ്കാളിത്ത പെൻഷനെതിരെ സംഘടിപ്പിച്ച സമരത്തിന്റെ പരാജയ കാരണവും. ജനങ്ങളുടെ ഫീലിംഗുമായിട്ട്, ജനങ്ങളുടെ വികാരങ്ങളുമായിട്ട് ഈ സമരത്തിന് ഒരു താതാൽപ്യം ഉണ്ടാകില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ സമരം വിജയിപ്പിക്കേണ്ടതാണ് തോന്നൽ ജനങ്ങൾക്കുണ്ടായില്ല. കാരണം പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്നത് പെൻഷനെ കിട്ടാത്ത കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പങ്കാളി പെൻഷൻ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ, ആ ഡിഫറൻസ് അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കിട്ടി വരുന്ന ഒരാൾ 55 വയസ്സ് റിട്ടയർ ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് എന്താ, അദ്ദേഹം വല്ല കോളേജോ ദവ്യാനോ പാരലെ കോളേജോ അല്ലെങ്കിൽ ഒരു ബ്ലേഡ് കമ്പനിയോ ഒക്കെ നടത്തി സുഖമായിട്ട് ജീവിക്കുന്നു. അദ്ദേഹത്തിന് പെൻഷനുണ്ട്, അതിനുശേഷം വേറൊരു വരുമാനമുണ്ട്. ഏതാണ്ട് 10-30 കൊല്ലം അദ്ദേഹം വേറെ തൊഴിൽ ജീവിക്കുന്നു. അങ്ങനെയുള്ള ഡബിൾ വരുമാനമുള്ള ആളുകൾ അവരുടെ ഡബിൾ വരുമാനം നിലനിർത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സമരമായിട്ടാണ് ജനങ്ങൾ ഇത് കാണുന്നത്. വ്യത്യസ്തമായിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ട്, പക്ഷേ ആ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി പരാജയപ്പെട്ടു. എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഇവിടെയും പ്രശ്നം ജനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനവും തമ്മിൽ, ജനങ്ങളും പാർട്ടിയും തമ്മിൽ, ജനങ്ങളും പാർട്ടിയിലെ സമരം നയിക്കുന്ന ആളുകൾ തമ്മിൽ ഒക്കെയുള്ള ഈ ഭിന്നതകളാണ്. ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന പാർട്ടികൾ, പ്രസ്ഥാനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു ദുരന്തങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മറ്റൊരു ഇടവേള കൂടി. തുടർച്ചയുള്ള ഒരു മുന്നേറ്റമാകേണ്ടിയിരുന്ന മിച്ചഭൂമി സമരം ഉൾപ്പെടെ CPIM അമരത്തിരുന്ന് സംഘടിപ്പിച്ച പ്രക്ഷോഭങ്ങൾ ആരംഭത്തിലെ തന്നെ പരാജയപ്പെടാൻ ഇത്തരത്തിൽ പല കാരണങ്ങളുണ്ട്. ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും ജനഹൃദയങ്ങളിൽ നിന്നും അധികാര തണൽ തേടി മാറി നിന്നപ്പോൾ സംഭവിച്ച സ്വാഭാവികമായ പരിണാമമെന്ന നിലയ്ക്ക് തന്നെ ഇതിനെ കാണേണ്ടി വരും. പ്രാദേശികമായി ഉരുത്തിരിഞ്ഞ ജനകീയ മുന്നേറ്റങ്ങളെ കണ്ടിട്ടും കാണാതെ നിന്ന CPIM മാറിയ സാഹചര്യങ്ങൾ പഠിച്ചിട്ട് വേണമായിരുന്നു സമരപരീക്ഷണത്തിനിറങ്ങാനെന്ന വിലയിരുത്തലുകൾ അതുകൊണ്ട് തന്നെയാണ് രൂപപ്പെടുന്നത്. ഇതിനൊക്കെ പുറമെയാണ് CPIM സംഘടിപ്പിച്ച മിച്ചഭൂമി സമരത്തിനും ഇടത് സർവീസ് സംഘടനകളുടെ സമരത്തിനും സംഭവിച്ച പരാജയം നൽകുന്ന ഗുണപാഠങ്ങൾ. ആഗോളവൽക്കരണം മാറ്റിമറിച്ച സാമൂഹിക വ്യവസ്ഥയിൽ സമരങ്ങളുടെ പ്രസക്തിയെ തന്നെ ഇത് ചർച്ചാവിധേയമാക്കുന്നു. മധ്യവർഗ നിയന്ത്രിതമായ സമൂഹത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ച പരിണാമവും പ്രസക്തമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളൊക്കെ യഥാർത്ഥത്തിൽ ഇന്ന് മധ്യവർഗ ട്രേഡ് യൂണിയനുകളാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെ സമരത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതിനകം. ദീർഘകാല സമരങ്ങൾ ഇനി കേരളത്തിൽ നടക്കാത്ത ഒരവസ്ഥയിലേക്കാണ് കേരളം പോയിരിക്കുന്നത്. ആര് നടത്തിയാലും, സംഘടന എത്ര ശക്തമായാലും, പാർട്ടി എത്ര ശക്തമായാലും നീണ്ടു നിൽക്കുന്ന സമരം. അതിന് പ്രധാനപ്പെട്ട കാരണം കേരള സമൂഹം
പൂർണ്ണമായിട്ടും ഒരു പുതിയ രീതിയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് മധ്യവർഗ്ഗവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തിൽ നഷ്ടപ്പെടാൻ വിലങ്ങുകൾ മാത്രമുള്ളവർക്കാണ് എടുത്തു ചാടാൻ, സമരങ്ങളിലേക്ക് എടുത്തു ചാടി. ഇതങ്ങനെയല്ല. കേരളത്തിലെ മിഡിൽ ക്ലാസ് ഇടതുപക്ഷത്തിൽ അടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെ തലത്തിൽ തന്നെ മേധാവിത്വം വഹിക്കുന്ന മധ്യവർഗത്തിന് നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസവും 2 ദിവസത്തിനപ്പുറത്തേക്കുള്ള സമരങ്ങൾക്കൊന്നും ഇനി ഒരു കേരളം പോലൊരു സ്ഥലത്ത് നടക്കാത്തൊരവസ്ഥയിലേക്ക് കേരളം പോയിരിക്കുന്നു. ഇത് മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അതല്ലെന്നുണ്ടെങ്കിൽ മേലനങ്ങി പണിയുന്ന പരിപാടികൾക്ക് പോലും കേരളത്തിൽ ആളെ കിട്ടാത്ത കാര്യമാണ്. അപ്പോൾ ഒരുപക്ഷെ നാളെ മറുനാടൻ തൊഴിലാളികളെ ഇറക്കുമതി ചെയ്താൽ ഇവിടെ സമരങ്ങൾ പോലും നടക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം സമരങ്ങളുടെ ആ കാലഘട്ടം മാറിയിരിക്കുന്നു. സംഘടിത പ്രക്ഷോഭങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന സൂചനയാണ് സമീപകാലത്തെ 2 സമരങ്ങളും കാട്ടിത്തരുന്നത്. സാമൂഹ്യക്രമവും മനോഭാവവും മാറിയ സാഹചര്യത്തിൽ ബദൽ പ്രതികരണ വേദികൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതേസമയം ഇടതുപക്ഷത്തിന്റെ സമരമൂർച്ച കുറയുമ്പോഴും സമാന്തരമായ ഒറ്റപ്പെട്ട സമരങ്ങൾ കരുത്തോടെ നിലനിൽക്കുന്നതും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. സ്പെഷ്യൽ കറസ്പോണ്ടന്റിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.